ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആസ് യു ആർ വാച്ചിങ് കഡിൽ സ്റ്റാർസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പലർക്കും അറിയായിരിക്കും. ബിക്കോസ് യെസ് ഗൈസ്, മൈ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് നമ്മൾ ഇന്ന് ഇച്ചിരി ഏർലി ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവം ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ബാക്ക് ടു സ്കൂളിനുള്ള A to Z വരെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കട ഏതാണ്? യെസ് ഗൈസ്, ഇത് സംഭവം നമ്മുടെ അടുത്തൊന്നല്ല, ബാംഗ്ലൂരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ബാംഗ്ലൂരാകുമ്പോൾ നമ്മുടെ ബാഗിനും അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ റേറ്റ് കുറവായിരിക്കും. നമ്മുടെ ഇവിടെ കേരളത്തിലത്തെ പോലെ അത്രയും റേറ്റ് കൂടുതലില്ല. ഇവിടെ കേരളത്തിൽ ബാഗിനൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്, വിച്ച് മീൻസ് 800 റുപ്പീസാണ്. പിന്നെ 2000 3000 4000 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇവിടുത്തെ ബാഗിൻ്റെ റേറ്റ്. പക്ഷേ ഇവിടത്തെ നമ്മുടെ ബാംഗ്ലൂരത്തെ ബാഗിൻ്റെ റേറ്റ് പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അങ്ങനത്തെ എന്താ പറയുക, നല്ല സൂപ്പറാണ്. എന്നാൽ റേറ്റ് കുറവിനും കിട്ടിയ ഒരു ഐറ്റം കൂടിയാണ് ഞാൻ വാങ്ങിച്ച ഈ ഒരു ബാഗ് കേട്ടോ. സംഭവം ഇവിടുത്തെ ബാഗിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ചെയ്യണത് 450 റുപ്പീസിനാണ്. അപ്പോൾ പിന്നെ എന്താ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാമെന്ന് അങ്ങോട്ട് കണ്ണും പൂട്ടി അങ്ങോട്ട് ഉറപ്പിച്ചു. പിന്നെ എൻ്റെ സൗണ്ടിൽ ഇച്ചിരി ഇത് ഉണ്ടാവും, ബിക്കോസ് അത് നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി തുമ്മൽ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അവിടുത്തെ 450 സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ലൈക്ക് 1000 ആണ്. അപ്പോൾ എന്താ പറയുക, ഞാനെടുത്തത് 800 റുപ്പീസിൻ്റെയാണ്. പക്ഷേ നല്ല ക്വാളിറ്റിയാണ് സംഭവം. ഇവിടുത്തെ 800 റുപ്പീസിൻ്റെ സംഭവം നമ്മുടെ കേരളത്തിൽ അതിന് 2000 സംതിങ് റേറ്റ് വരും കേട്ടോ. അത്രയും ക്യൂട്ടാണ്. ഇതാണ് നമ്മുടെ താരം, അതാണ് നമ്മുടെ ബാഗ്. ഇത് കണ്ടാൽ വിശ്വസിക്കുമോ നിങ്ങൾ? 800 ആണെന്ന സംഭവം നല്ല പേസ്റ്റൽ കളറായിട്ടാണ്. അപ്പോൾ എന്തായാലും ഇത്ര ഐറ്റംസാണ് നമ്മൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ചത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നാക്കാം ഇപ്രാവശ്യത്തെ ഷോപ്പിംഗ് എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം. സോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് അറൈവ് ചെയ്ത് നമ്മുടെ വീട്ടിൽ ഫൈനലി എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബാംഗ്ലൂർ ആയപ്പോൾ എവിടെ നോക്കിയാലും കന്നഡ. പക്ഷേ ഇവിടെ എത്തി നമ്മുടെ ബോഡിക്കൊക്കെ നോക്കിയപ്പോൾ മലയാളവും ഇംഗ്ലീഷും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ സംഭവങ്ങളൊക്കെ തുടങ്ങിയാലോ. ഇനി വഴിയെ ബാംഗ്ലൂർ ട്രിപ്പ് വീഡിയോസ് Day 1 Day 2 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എഡിറ്റിങ് തുടങ്ങണുള്ളൂ, വീട്ടിൽ ഞങ്ങൾ എത്തിയിട്ടുള്ളൂ. ഇന്നാണ് നമ്മൾ രാവിലെ സംതിങ് 6 o'clock സംതിങ് ആയപ്പോഴാണ്, അല്ലെങ്കിൽ 7 o'clock സംതിങ് ആയപ്പോഴാണ് ഇവിടെ നമ്മൾ എത്തിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ അത്ര ഐറ്റംസ് ഉണ്ട്. ഇപ്പോൾ ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൻ്റെ ഐറ്റംസ് കാണിക്കാം. അതിന് മുമ്പ് തന്നെ ഞാൻ സ്റ്റീലിൻ്റെ പാത്രം കാണിച്ചത് എന്താണെന്ന് വിചാരിക്കും. അതെൻ്റെ ഉമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. വീട്ടിലേക്ക് കുറച്ച് ആവശ്യത്തിന് വാങ്ങിച്ചതാണ്. പിന്നെയെന്ന് പറയണത് ഇതെനിക്ക് എൻ്റെ ഉമ്മ എടുത്ത് തന്ന ഡ്രസ്സാണ്. വീട്ടിലൊക്കെ ഇടാൻ പറ്റിയ നല്ല ടോപ്പാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള തുണിയാണ് കേട്ടോ. എല്ലാവർക്കും വേഗം വാങ്ങിക്കുക. സത്യം പറഞ്ഞാൽ നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് പറയുന്ന ലാഭം മാത്രമേ ഉള്ളൂ, നഷ്ടം ഒട്ടുമില്ല കേട്ടോ. പക്ഷേ അവിടുത്തെ ആൾക്കാരും അതുപോലെ തന്നെ ലാംഗ്വേജുമാണ് ഇച്ചിരി പ്രശ്നം. പക്ഷേ കന്നഡ അറിയാവുന്നവർക്ക് അതൊരു പ്രശ്നമേ അല്ല. പക്ഷേ എനിക്ക് പിന്നെ കന്നഡ ഒന്നും അറിയില്ല, കൊഞ്ചായിട്ടേ അറിയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പോട്ടെ, നമ്മൾ എന്തായാലും ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിന് വാങ്ങിച്ച ഐറ്റംസ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബാംഗ്ലൂർ വെച്ച് വാങ്ങിച്ചതായതുകൊണ്ട് എല്ലാ ലാഭത്തിലാണ് കിട്ടിയത്. സോ നിങ്ങളിങ്ങനെ ബാംഗ്ലൂരൊക്കെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ പരമാവധി അവിടെ നിന്ന് തന്നെ വാങ്ങിക്കാൻ നോക്കുക. ബിക്കോസ് അവിടെ നല്ല റേറ്റ് കുറവിന് കിട്ടും. ഞാൻ കുറേ എടുത്ത് പിന്നെയും പറയണത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല ഇത്രയും നല്ല ബാഗ് നമ്മുടെ ബാംഗ്ലൂർ 800 റുപ്പീസിന് കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ നല്ല റേറ്റിനായിരിക്കും കിട്ടുക. പ്രത്യേകിച്ച് ക്യൂട്ട് ആൻഡ് പേസ്റ്റൽ കളേഴ്സ് ആയിട്ടുള്ള സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ ഇക്കൊല്ലം എൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് മുമ്പ് ഇതാണ് സൂപ്പർ പെന്ന് ഗൈസ്. ഇതെൻ്റെ ഉമ്മച്ചി വാങ്ങിച്ചതാണ്. ബാഗിൻ്റെ അകത്തുള്ള എല്ലാ ഐറ്റംസും, അതുപോലത്തെ ബാഗ് ഉൾപ്പെടെ എല്ലാം എൻ്റെ ഉമ്മച്ചി വാങ്ങിച്ചതാണ് ഗൈസ്. സോ ഉമ്മച്ചിക്ക് എല്ലാം ഭയങ്കര താങ്ക് യു. അതുപോലെ തന്നെ ഉമ്മാക്കും ഭയങ്കര താങ്ക് യു എനിക്ക് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു തന്നതിന്. അപ്പോൾ ആദ്യം കാണിച്ച ആ ഒരു പേന നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ ഇങ്ങനെ എല്ലാ പേന എടുത്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഉമ്മച്ചി ചോദിച്ചു ഏത് പേനയാണ് വേണ്ടത്, ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഫൈനലി ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഗ്രീൻ കളർന്ന്? യെസ് ഗൈസ്, ഞാൻ കഴിഞ്ഞ കൊല്ലം തന്നെ ഒരു നിശ്ചയെടുത്തിട്ടുണ്ടായിരുന്നു. ഇക്കൊല്ലം എല്ലാ ഐറ്റംസും ബോക്സ്, കുപ്പി, ടിഫിൻ ബോക്സ് എല്ലാം പർപ്പിൾ ആക്കണമെന്ന്. പക്ഷെ പറ്റിയില്ല ഗൈസ്. ബാഗ് നോക്കിയപ്പോൾ പർപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായതോ ഒരു ലോക്കൽ ബാഗായിരുന്നു. അതിന് 300 റുപ്പീസ് സംതിങ്, 400 ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പിന്നെയാണ് ഗ്രീൻ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു അന്ന് ഇക്കൊല്ലം ഫുള്ള് എല്ലാ ഐറ്റംസും ഗ്രീൻ കളർ ആക്കാം, വേറെ ഒരു കളറും ഞാൻ എടുക്കില്ല. അങ്ങനെ ഒരു നെയിം അനുസരിച്ചു. ചിലതൊന്നും എനിക്ക് ഗ്രീൻ കിട്ടാത്തതുകൊണ്ട് നമ്മൾ ബ്ലൂ തീംസിൽ ചെയ്തിട്ടുണ്ട്. ബ്ലൂ ആൻഡ് ഗ്രീൻ തീമാണ്
ആണ് ഇക്കൊല്ലം ഞാൻ നിശ്ചയം എടുത്തേക്കുന്നത് ഗൈസ്. അപ്പോൾ എല്ലാവരും എൻ്റെ നിശ്ചയം കറക്റ്റായിട്ടുണ്ട്. ഞാൻ വിചാരിച്ച പോലെ തന്നെ എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് ബാക്ക് ടു സ്കൂളിൽ നിന്നല്ല, ഇത് നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ബാംഗ്ലൂർ പോയപ്പോൾ ജസ്റ്റ് വാങ്ങിച്ചതാണ് സംഭവം. ഇതൊരു ക്ലിപ്പാണ്, ക്രാബ് കേട്ടോ, ക്രാബ്. അപ്പോൾ ഇതേ വീഡിയോ തന്നെ ആയിരിക്കും നമ്മൾ ബാംഗ്ലൂർ ട്രിപ്പ് ലോങ് വീഡിയോസ് നമ്മൾ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കമ്മ്യൂണിറ്റി പോസ്റ്റിൽ. മൈ ബാംഗ്ലൂർ ട്രിപ്പ് ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇടാണ്. അപ്പോൾ നമ്മളത് എഡിറ്റ് ചെയ്ത് ഒരു 3 ദിവസം 2 ദിവസമൊക്കെ പിടിക്കുമായിരിക്കും. പരമാവധി ഇന്ന് തന്നെ ഇടാൻ നോക്കാം. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിലും ഈ ഒരു വീഡിയോ തന്നെയായിരിക്കും, പക്ഷേ വോയിസ് ഓവർ മാത്രം ചേഞ്ച് ഉണ്ടാവുള്ളൂ ഈ ഒരു വീഡിയോ. പിന്നെ വേറെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കൂട്ടി എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കണം. അപ്പം അതും പിന്നെ ഇത് ഫൈനലായിട്ടുള്ള പാർട്ടായിരിക്കും. അപ്പോൾ എന്നാൽ നമുക്ക് സാധനങ്ങളിലേക്ക് പോവാം. ഇത് സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതെൻ്റെ ഉമ്മച്ചി വാങ്ങിച്ചതെന്നാണ്. എൻ്റെ സൗണ്ട് നല്ല ചേഞ്ച് ഉണ്ടെന്ന് എനിക്കറിയാം കേട്ടോ. പിന്നെ ഇത് എന്ന് പറയുന്നത്, ഇത് സംഭവം എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എൻ്റെ എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒപ്പിച്ച് വാങ്ങിച്ചതാണ്. ഉമ്മച്ചി വാങ്ങിച്ചതാണ്. ഉമ്മച്ചി എൻ്റെ 2 കസിൻസിനും അതുപോലെ തന്നെ എൻ്റെ ഒരു 5 ഫ്രണ്ട്സിനും കൂടി ആയിട്ട് വാങ്ങിച്ചതാണ്. എനിക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ഇങ്ങനെ കയ്യുമിടാൻ പറ്റിയ സംഭവമാണ്. നല്ല ക്യൂട്ട് ആൻഡ് ആസ്തറ്റിക് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം. പക്ഷേ നല്ല നല്ല സംഭവമാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറുതാണ് കേട്ടോ. പക്ഷെ എന്നാലും കണ്ടാൽ നല്ല റേറ്റിൽ തോന്നുമെങ്കിലും നല്ല രസമാണ്. പിന്നെ ഒരെണ്ണം മാത്രം സിംഗിളായിട്ട് എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അതെനിക്ക് വീട്ടിലും പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയതാണ്. അപ്പോൾ പിന്നെ കുഞ്ഞി ക്രാബിൻ്റെ സെറ്റ് നിങ്ങൾ കണ്ടല്ലോ, ഫ്ലവർ ക്രാബിൻ്റെ സെറ്റ്. അതിന് നമ്മുടെ കേരളത്തിൽ എത്ര 100 സംതിങ് റേറ്റാണ്. ഇവിടെ നമുക്ക് ബാംഗ്ലൂർ 60-70 റുപ്പീസിനാണ് നമുക്കിത് കിട്ടണത്. ഇത്രയും വലിയ സെറ്റ് കേട്ടോ. പിന്നെ ഇത് എന്ന് പറഞ്ഞാൽ ലഞ്ച് ബാഗ്. ആ ക്രാബ് ഭയങ്കര യൂസ്ഫുള്ളാണ്. ഞാൻ ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുക. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ക്രാബാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലഞ്ച് ബാഗിൻ്റെ കാര്യം കേട്ടാൽ നിങ്ങൾ നെട്ടും. അതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫ് ആയിട്ടുള്ള ഷീറ്റാണ്, കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വെച്ചാൽ വാട്ടർ പ്രൂഫ് അല്ലേ, അപ്പോൾ എന്തായാലും ഒരു 500 സംതിങ് റേറ്റ് വരും. പക്ഷെ അല്ല ഗൈസ്, ബാംഗ്ലൂർ അത് 250 റുപ്പീസിനാണ് കിട്ടുന്നത്. പക്ഷേ ഇന്ത്യയിലാണെങ്കിൽ അതിന് 600-700 ഉറപ്പായും വരും. പക്ഷേ ബാംഗ്ലൂർ അതിന് 250 റുപ്പീസിനാണ് കിട്ടുന്നത്. സത്യമായിട്ടും അതേ ഗൈസ്. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള ആ ഫ്ലേവറിൻ്റെ ക്രാബ് എല്ലാവരും മസ്റ്റായിട്ട് വാങ്ങിക്കുക. കാരണം നല്ല കംഫർട്ടബിളാണ്, നല്ല രസമാണ്. അത് എനിക്ക് മാത്രമല്ല, എനിക്ക് എൻ്റെ ഉമ്മച്ചിക്കും കസിൻസിനും എല്ലാവർക്കും കൂടെ വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു ലഞ്ച് ബാഗ് സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കേരളത്തിലൊക്കെ ആ വാട്ടർ പ്രൂഫിൻ്റെ ഈ സംഭവത്തിനൊക്കെ നല്ല റേറ്റ് വരും. പിന്നെ ഇപ്പം ഞാൻ കാണിച്ച ഒരു ടോപ്പ് എനിക്കല്ല, എൻ്റെ ഉമ്മച്ചിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചൂടക്കായ എല്ലാവർക്കും ഇടാൻ പറ്റിയൊരു ടൈപ്പ് ടോപ്പാണ് കേട്ടോ. ഭയങ്കര റേറ്റ് കുറവാണ്. പിന്നെ ഈ ഒരു ക്രോക്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ കാത്തിരുന്നത്, നമ്മൾ ഇങ്ങനെ വഴിക്കൂടെ മാർക്കറ്റിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിൽ നിന്നാണല്ലോ കുറേ ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നത്. ബാംഗ്ലൂർ ഫുൾ മാർക്കറ്റിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അവിടേക്കൊക്കെ ഒന്ന് പോയി നോക്കിയപ്പോൾ സംഭവം ഗൈസ്, അവിടെ എല്ലാ ചെരുപ്പും A to Z ആയിട്ടുള്ള എല്ലാ ചെരുപ്പും 100 രൂപയാണ് ഗൈസ്. വെറും 100 രൂപ. എല്ലാ ചെരുപ്പിനും 100 രൂപയാണ്. അപ്പോൾ ഞാൻ ക്രോക്സിനടക്കം 100 രൂപ. ക്രോക്സിന് 150 റുപ്പീസാണ്. ബാക്കി എല്ലാ ചെരുപ്പും 100 രൂപയാണ്. കണ്ടാൽ വിശ്വസിക്കുമോ, നല്ല ഭംഗിയുള്ള ചെരുപ്പ്, നല്ല ക്വാളിറ്റി ഉണ്ട്, കുറേ കാലം നിൽക്കും. എല്ലാവരും 100 രൂപ. അപ്പം എന്ത് ചെയ്തു, ഒന്നും നോക്കിയില്ല, ഞങ്ങളെല്ലാവരും എടുത്തു. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഒരു ചെരുപ്പിന് 200, 300, 400 റുപ്പീസ് വരും. ക്രോക്സിനൊക്കെ പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ നല്ല റേറ്റുള്ള സംഭവം ബാംഗ്ലൂർ. നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം ലാഭം കിട്ടുമെന്ന്. അപ്പം എല്ലാവരും പരമാവധി അവിടെ നിന്ന് വാങ്ങിക്കാൻ നോക്കുക. പിന്നെയെന്ന് പറഞ്ഞാൽ ആ ഒരു പൗച്ചാണ്. പൗച്ച് ഞാൻ എന്താ അൺബോക്സ് ചെയ്യാത്തതെന്ന് വെച്ചാൽ അതാണ് എൻ്റെ ഫേവറേറ്റ് തിങ്. അല്ല, എല്ലാം ഫേവറേറ്റ് ആണ്, അത് നമ്മൾ ലാസ്റ്റ് അൺബോക്സ് ചെയ്യാം കേട്ടോ. പൗച്ച് പിന്നെ ഇച്ചിരി കൂടെ വെറൈറ്റി അല്ലേ, അത് പിന്നെ പാക്കറ്റിലൊക്കെ വരുന്നത് കാരണം അതെന്തെങ്കിലും ഒരു എക്സൈറ്റാണ്. പക്ഷേ ഇതൊക്കെ ഞാൻ കണ്ടതാണ്, എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാം എനിക്ക് ഇഷ്ടമായി. ടിഫിൻ ബോക്സ് സംഭവം പൊളിയാണ് ഗൈസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ യെല്ലോ ആണ് വാങ്ങിച്ചത്. അപ്പോൾ ടിഫിൻ ബോക്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഫ്രോക്കും സ്പൂണൊക്കെ ഉള്ള ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ടിഫിൻ ബോക്സ്. പിന്നെ ഈ ഒരു കുപ്പി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ കുറേ നാളായി വാങ്ങിക്കാമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെയിലും ഉണ്ടായിരുന്നു ഇത്, പക്ഷേ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ടെമ്പറേച്ചർ, ഇവിടുത്തെ ടെമ്പറേച്ചർ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് മുമ്പിൽ ഒരു സ്ക്രീൻ ഗാർഡ് പോലത്തെ ഒരു ഐറ്റം ഉണ്ട്, അത് നമ്മൾ ഒഴിച്ച് കളയാം. പക്ഷേ സ്ക്രാച്ച് ഒന്നും വീഴാണ്ടിരിക്കാൻ അത് വെക്കണതാണ് പ്രൊട്ടക്റ്റ്. നമ്മൾ സ്കൂളൊക്കെ തുറന്നിട്ട് അത് ഊരിക്കളയും. ഇപ്പോൾ നമ്മൾ അതിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ എങ്ങനെയുണ്ട്, കുപ്പിയൊക്കെ പൊളിയല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കുപ്പി. അതുപോലെ തന്നെ പൗച്ച് ഇഷ്ടമായി, ടിഫിൻ ബോക്സ് ഇഷ്ടമായി, ബാഗ് ഇഷ്ടമായി, ലഞ്ച് ബാഗ് ഇഷ്ടമായി, ആക്സസറീസ് ഇഷ്ടമായി, സ്റ്റേഷനറി ഐറ്റംസ് ഇഷ്ടമായി. പിന്നെ നമ്മൾ സ്റ്റേഷനറി ഐറ്റംസ് നമ്മൾ അധികം വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റീലിൻ്റെ കുപ്പിയാണ്. അത് മാത്രമല്ല അത്
ഫ്ലാസ്ക് ആണ് ഗൈസ്, അതിൽ ചൂടുവെള്ളമൊക്കെ ഇട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് എല്ലാ ഐറ്റംസും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബാഗ് എന്ന് പറയുന്നത് എത്ര സിബ്ബാ 1 2 3 4 5 or 6 സിബ്ബ് വരുന്ന ഒരു ബാഗാണ് കേട്ടോ. അപ്പോൾ ഇനി ഫൈനലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ ബാഗ്, നല്ല രസമാണ്, എല്ലാം എനിക്ക് ഇഷ്ടമായി. പിന്നെ ഫൈനലി നമുക്ക് എന്തായാലും നമ്മുടെ പൗച്ചിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഐറ്റം ഇത് വെച്ച് നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഇതെൻ്റെ മൈൻഡിൽ കൂടെ വരുന്നുണ്ട്. ഈ ഒരു പൗച്ച് വെച്ച ബോക്സ് വെച്ചിട്ടും നമുക്ക് ചെയ്യാം. പിന്നെ ഇത് ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പാർട്ട് 1 ആണ്. പാർട്ട് 2 നമ്മൾ മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോൾ എടുക്കും. ബിക്കോസ് ഇനി നമ്മൾ വേറൊരു ട്രിപ്പും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ടോട്ടലി വെക്കേഷനിൽ 3 ട്രിപ്പാണ് പോകുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പ് നമ്മൾ മെയ് സംതിങ് ആകുമ്പോഴാണ് കേട്ടോ പോണത്. അപ്പോൾ മെയ്യിൽ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് പാർട്ട് 2 ഫൈനൽ പാർട്ട് വരും. അവിടെയാണ് നമ്മൾ ബുക്ക്, നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം, പിന്നെ പേന, പെൻസിൽ, കട്ടർ, റബ്ബർ, അങ്ങനത്തെ കുറേ ഐറ്റംസ്, ഷൂവ്, സോക്സ് എല്ലാം അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. പിന്നെ ഹെയർ ബാൻഡ്, ബുഷ്, വള ഇടില്ല, അങ്ങനത്തെ എല്ലാ ഐറ്റംസും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ നമ്മൾ, പിന്നെ സ്റ്റേഷനറി ഐറ്റംസ് കേട്ടോ, ഇങ്ങനെ പെൻസിൽ, കട്ടർ, സ്കെയിൽ എല്ലാം നമ്മൾ അവിടെ നിന്നാണ് വാങ്ങിക്കണത്. അതൊക്കെ പാർട്ട് 2 വരും. ഇതൊക്കെ പാർട്ട് 1 ആണ്. മെയിൻ ഐറ്റംസ് ഒക്കെ പാർട്ട് 1ഉം ബാക്കി സംഭവം പാർട്ട് 2 വരാം കേട്ടോ. അപ്പോൾ അതൊന്നും ഇപ്പം ഇറങ്ങില്ല, കുറേ നാൾ കഴിയും കേട്ടോ. ഇപ്പോൾ ജൂൺ സ്കൂൾ തുറക്കണതിന് കുറച്ച് ദിവസം മുമ്പ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു പൗച്ച് ഭയങ്കര പ്രത്യേകത ഉള്ളതാണ് ഗൈസ്. ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ കണ്ടില്ല, കാരണം ഇത് പാക്കറ്റിലായിട്ടാണ് വരുന്നത്. സംഭവം ഇതിൻ്റെ ഉള്ളിൽ സ്പോഞ്ചൊക്കെ ഉണ്ട്, ഇത് വെച്ച് നമുക്ക് ക്രാഫ്റ്റൊക്കെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി, ഇതിൽ ലോക്ക് ഉണ്ട് ഗൈസ്. ഞാൻ എപ്പോൾ എന്ത് കാണിച്ചാലും ലോക്കുള്ള ബോക്സാണ് എൻ്റെ കയ്യിൽ കിട്ടണത്. എന്താണെന്നറിയില്ല, പക്ഷെ കുഴപ്പമില്ല, സേഫ്റ്റി അല്ലേ സേഫ്റ്റി. സംഭവം ആ ഒരു പൗച്ചിൽ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ട്, നമ്മുടെ ആ സീക്രട്ട് നമ്പറാണ്. അത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കില്ല. ഇപ്പം എൻ്റെ ഈ ഒരു വീഡിയോ എൻ്റെ ഫ്രണ്ട്സൊക്കെ കാണുന്നതുകൊണ്ട് അവരൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ അതാർക്കും പറഞ്ഞു കൊടുക്കാനുള്ള കേട്ടോ അത്. അപ്പോൾ ആ ലോക്കൊക്കെ നമ്മൾ തുറന്ന് അതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബോക്സ് തുറക്കാൻ പറ്റും. ഇത്രയും അധികം സാധനങ്ങളാണ് പാർട്ട് 1 ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങിൽ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനല്ല, എനിക്ക് ഉമ്മച്ചിയാണ് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ ഡ്രസ്സ്, പിന്നെ കുറച്ച് ഐറ്റംസൊക്കെ എൻ്റെ ഉമ്മ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഇടയിൽ ഒരു ബ്ലാക്ക് ബാഗ് കാണിച്ചിട്ടില്ലേ, അത് എൻ്റെ ഉമ്മച്ചി വാങ്ങിച്ചതാണ് കേട്ടോ. ബ്ലാക്ക് ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല ക്വാളിറ്റിയാണ്. അതിന് വെറും 500 സംതിങ് വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇത്ര ഐറ്റംസാണ്. സംഭവം ഇങ്ങനെയുണ്ട്, പൊളിച്ചില്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് സ്കൂൾ ഷോപ്പിംഗ് പാർട്ട് 1. പാർട്ട് 2 ഒക്കെ വൈകി വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇച്ചിരി പിക്സൊക്കെ കണ്ടാലോ. പിന്നെയെന്ന് പറയുന്നത് ആ ബ്ലാക്ക് ബാഗ് ഭയങ്കര ക്വാളിറ്റിയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വാങ്ങിക്കുക, ഭയങ്കര ലാഭമാണ്. ബ്ലാക്ക് ബാഗ് 1000 രൂപയാണ്, പക്ഷേ ഇവിടെ 500 ഉള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.